ഹായ്, ഈ കാണുന്ന ഓർണമെന്റ്സ് എല്ലാം ശ്രീചിത്രയിലെ അപ്കമിങ് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള റെന്റൽ ഓർണമെന്റ്സ് ആണ്. ഇതെല്ലാം എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. ഇത് നമ്മുടെ ബ്രൈഡ്സിനും എടുക്കാം, അതുപോലെ പുറത്തുനിന്നുള്ള ബ്രൈഡ്സിനും ഇത് റെന്റലിന് എടുക്കാവുന്നതാണ്. നെറ്റിച്ചുട്ടി, ഹിപ്പ് ചെയിൻ ഇതെല്ലാം നമ്മുടെ ബ്രൈഡൽ പാക്കേജിലുള്ളതാണ്. അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്നത് വള, മാല, നെക്ലസ്, കമ്മൽ ഇതൊക്കെയാണ് നമ്മുടെ റെൻ്റൽ ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതൊന്നും ബ്രൈഡൽ പാക്കേജിലുള്ളതല്ല. അതിപ്പം നമ്മുടെ ബ്രൈഡ്സിനും എടുക്കാം, അതുപോലെ പുറത്തുനിന്നുള്ള ബ്രൈഡ്സിനും വന്നാൽ ഇവിടുന്ന് എല്ലാ റെൻ്റൽ ഓർണമെൻറ്റ്സും കിട്ടുന്നതാണ്. വെഡ്ഡിങ് ഡേയുടെ അന്നൊക്കെ നമുക്ക് ഈ ഒരു ഹെവി ചോക്കറും ഈ ഒരു മാലയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നൈസ് പെൻഡൻ്റ് ഒരു മാലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് മൂന്ന് മാത്രം മതിയാവും, അല്ലെങ്കിൽ ഇത് രണ്ടും മാത്രം മതിയാവും. ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരുപാട് ഇടുന്നതിന് പോലെ ഇതുപോലെ 1-2 മാലയൊക്കെ ഇടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് എൻഗേജ്മെൻറ്റിന് ഇടാം, റിസപ്ഷൻ ലുക്കിന് ഇടാം, അതിനെല്ലാം പറ്റിയൊരു കളക്ഷനാണിത്. കൂടുതലും എല്ലാ മാലകളിലും വരുന്നത് ലക്ഷ്മി ദേവിയാണ്. ഇതെല്ലാം കാശ് ജോയിനായിട്ട് വരുന്ന നെക്ലസ്സാണ്. ഇത് എൻഗേജ്മെൻറ്റിന്, റിസപ്ഷൻ ലുക്കിന്, ബ്രൈഡൽ ലുക്കിന് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണത്. ഇത് വിക്ടോറിയ മോഡൽ എന്ന് പറയും. അതാണ് ഇതൊക്കെ ഭയങ്കര നല്ല കളക്ഷനാണ്. ഇത് എൻഗേജ്മെൻറ്റിനും റിസപ്ഷൻ ലുക്കിനൊക്കെ ഇടാൻ, ഡ്രസ്സിന് മാച്ച് ചെയ്തിടാനായിട്ട് പറ്റിയ മോഡൽസാണ് ഇത് രണ്ട്. ഇത് കസവ് മാലയെന്ന് പറയും, കസവിൻ്റെ നെക്ലസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാണ് ഈ കസവ് മാല എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് കേരള മോഡൽ മാലയാണ്. കേരള മോഡൽ പിച്ചിമൊട്ടിൻ്റെ നെക്ലസ്സാണ്. അതുപോലെ തന്നെ ഇത് കാശിൻ്റെയാണ്. കാശും വൈറ്റ് സ്റ്റോണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കേരള മോഡലിലുള്ള. കൂടുതലും മുസ്ലിം ബ്രൈഡ്സാണ് ഇങ്ങനത്തെ വളകൾ കൂടുതലായി യൂസ് ചെയ്യുന്നത്, വൈറ്റ് ഗോൾഡിൻ്റെത്. അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഹെവി പെൻഡനും മുത്തും കൂടെ ചേർന്നിട്ടുള്ളൊരു മാലയാണ്. ഇതിനകത്ത് നല്ലൊരു പച്ച പേളൊക്കെ ഉണ്ട്. ഇത് ഫംഗ്ഷന് വേണ്ടിയിട്ട് അമ്മമാർക്ക് അല്ലെങ്കിൽ ആൻറ്റിമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാലയാണ്.